ഹായ്, എല്ലാവർക്കും ഇന്നത്തെ റാമയിലേക്ക് സ്വാഗതം. വചനമാകുന്ന ദൈവത്തെ ശ്രവിക്കാൻ നമുക്ക് സാധിച്ച ഈ നല്ല നിമിഷത്തിന് നന്ദിയുള്ളവരായിരിക്കാം. നമുക്ക് ഇന്നത്തെ വചനത്തെ കണ്ടെത്തുന്ന വചനം നമുക്ക് ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് യേശുവാണ് ഏകരക്ഷകനെന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ അഭിമാനത്തോടു കൂടി നമുക്ക് ഏറ്റെടുത്ത് പറയാൻ നമ്മുടെ പരിശുദ്ധാത്മാവ് ശക്തി പകരുന്നതായിരിക്കട്ടെ ഇന്നത്തെ വചനം. നമുക്ക് എന്തായാലും മാതാവിൻ്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ചു തുടങ്ങാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവമ്മയോടുകൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. അപ്പം നമുക്ക് ഇന്നത്തെ വചനം കണ്ടെത്താം. നമ്മളിതാ ഈ ഒരു ഭാഗത്തു നിന്നാണ് വചനം എടുക്കുന്നത്. വെളിപാടിൻ്റെ പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യമാണ്. വെളിപാട് 3-ാം അധ്യായം 4-ാമത്തെ വാക്യം. എന്നാൽ വസ്ത്രങ്ങൾ മലിനമാക്കിയിട്ടില്ലാത്തവരായി കുറെ പേർ സാർദീസിൽ നിനക്കുണ്ട്. അവർ ധവളവസ്ത്രധാരികളായി എൻ്റെ കൂടെ നടക്കും. അവർ അതിന് യോഗ്യരാണ്. വിജയം വരിക്കുന്നവനെ വെള്ള വസ്ത്രം ധരിപ്പിക്കും. ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവൻ്റെ നാമം ഞാൻ ഒരിക്കലും മായ്ച്ചു കളയുകയില്ല. എൻ്റെ പിതാവിൻ്റെയും അവിടുത്തെ ദൂതന്മാരുടെയും സന്നിധിയിൽ അവൻ്റെ നാമം ഞാൻ ഏറ്റുപറയും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇത് വെളിപാടിൻ്റെ പുസ്തകത്തിലുള്ള പല വെളിപാടുകളും യോഹന്നാൻ കണ്ടത് ഭയങ്കര ആത്മീയമായ ഒരു ലെവലിലാണ്. നമുക്ക് സാഹചര്യങ്ങൾ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അല്ല, എപ്പോഴും ഒരുപാട് ഡിസ്പ്യൂട്ടുകളുള്ള ഒരു ഭാഗമാണ് വെളിപാടിൻ്റെ പുസ്തകത്തിലെ ഒരുപാട് ഭാഗങ്ങൾ. പെട്ടെന്ന് നമുക്ക് ഗ്രഹിക്കാൻ എളുപ്പമല്ലാത്ത ഒരു ഭാഗം കൂടിയാണ് വെളിപാടിൻ്റെ പുസ്തകത്തിലുള്ള മിക്ക ആശയങ്ങളും. പക്ഷെ ഇത് നമ്മുടെ സാർദീസിലെ സഭയ്ക്ക് എന്നുള്ള ആ ഒരു ഭാഗത്ത് അവരുടെ ഒരു ലേഖനം പോലെ എഴുതി കൊടുത്ത ഒരു ഭാഗമായിട്ടാണ് യേശുക്രിസ്തു യോഹന്നാന് കൊടുത്ത വെളിപാടിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്: വസ്ത്രങ്ങൾ മലിനമാക്കപ്പെട്ടിട്ടില്ലാത്തവരായി കുറേ പേർ സാർദീസിൽ നിനക്കുണ്ട്. അവർ ധവള വസ്ത്രധാരികളായി എൻ്റെ കൂടെ നടക്കും. ഈ മറ്റേ വസ്ത്രം മലിനമാക്കാന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പാപം ചെയ്ത് നമ്മുടെ വിശുദ്ധി കളയുക എന്നുള്ളതാണ്. അത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. പിന്നെ വിജയം വരിക്കുന്നവനെ വെള്ളവസ്ത്രം ധരിപ്പിക്കും. ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവൻ്റെ നാമം ഞാൻ ഒരിക്കലും മായ്ച്ചു കളയുകയില്ല. എൻ്റെ പിതാവിൻ്റെയും അവിടുത്തെ ദൂതന്മാരുടെയും സന്നിധിയിൽ ഞാൻ അവൻ്റെ നാമം ഏറ്റുപറയും. യേശുക്രിസ്തു നമുക്ക് വേണ്ടി സ്ഥിരം നമുക്ക് മാധ്യസ്ഥം വഹിച്ചിരിക്കുന്ന ഒരാളാണ്, മാധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത് യേശുക്രിസ്തു ആണ്. അത് എൻ്റെ പിതാവിൻ്റെയും അവിടുത്തെ ദൂതന്മാരുടെയും സന്നിധിയിൽ അവൻ്റെ നാമം ഞാൻ ഏറ്റുപറയും. അപ്പം നമുക്ക് വേണ്ടി സ്ഥിരം മാധ്യസ്ഥം വഹിക്കുന്ന യേശുക്രിസ്തുവാണ് നമ്മുടെ വിശുദ്ധിയെ പിതാവിൻ്റെ അടുത്തേക്ക് ഉയർത്തി കാണിക്കുന്നത്. അപ്പം നമുക്ക് വിശുദ്ധമായ ജീവിതം നയിക്കുന്നവരാകട്ടെ. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.